വാസുദേവൻ ഒരു 10 ദിവസത്തിനകം വാസുദേവൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ കൊണ്ട് തന്നതാണ്. അന്ന് മോൻ ഇവിടെ ഉണ്ടായിരുന്നു, അയാൾ കൊണ്ട് തന്നതാണ്, അല്ലാതെ ഇവിടെ ഇല്ലായിരുന്നു. അത് അന്ന് അത് എവിടെ അയാളെ എങ്ങനെ പോയിന്നു അതൊന്നും ഉള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ശബരിമലയിൽ ഇത് വച്ചപ്പോഴത്തേക്കും വലുതായി പോയപ്പം വേറെ പണിഞ്ഞുകൊണ്ട് വച്ചപ്പോൾ ഇത് വലുതായി പണിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ആര് കൊണ്ടുപോയി എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. മോളും അച്ഛനും കൂടെ തിരുവനന്തപുരത്തിൻ്റെ കോളേജിൽ എന്താ പോകാൻ നേരത്താണ് ഒരു 10 ദിവസം അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ മോൻ പറഞ്ഞ് ഇപ്പം ഇത് ഇത്രയും വിവാദമായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കൊല്ലം നിങ്ങൾക്ക് അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ഞാൻ ഒന്നി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. മോൻ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു. 3-4 ദിവസത്തിന് മുമ്പ് പോയപ്പോൾ സഹോദരി അവിടെ കൊണ്ടുവച്ച് അയാൾ കൊണ്ടുപോകില്ല. റഷീദിലേക്ക് വീണ്ടും റഹീസ്, ഇപ്പോൾ അമ്മയുടെ പ്രതികരണം വരുന്നു. ഇപ്പോൾ വാസുദേവനെയാണോ സംശയിക്കേണ്ടത്? അതിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ സംശയമുനയിൽ നിർത്തുന്നത് വാസുദേവനെയാണ്. വാസുദേവന്റെ കയ്യിൽ 2021 ഈ പീഠം ശബരിമലയിൽ സ്ഥാപിക്കാൻ വേണ്ടി കൊടുക്കുകയായിരുന്നു. പക്ഷേ ആ പീഠം അവിടെ സ്ഥാപിക്കാൻ അതിന് പറ്റിയ സൈസ് അല്ലാത്തതുകൊണ്ട് സ്ഥാപിച്ചില്ല എന്നതാണ്. ഇതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് പിന്നിലേക്ക് പോയാൽ 2019 ഈ പീഠം നിർമ്മിച്ച് അവിടുത്തെ പീഠം നിർമ്മിച്ച് കൊടുക്കുന്നത്. അതിന്റെ സ്പോൺസർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അത് നിർമ്മിച്ച് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ സ്വർണം പൂശുകയാണ്. ഏതാണ്ട് 3 പവൻ സ്വർണമാണ് ഈ പീഠത്തിൽ പൂശിയിരിക്കുന്നത്. ഈ നാണയത്തുട്ടുകൾ വലിച്ചെറിഞ്ഞ് സ്വർണം മങ്ങി, അതിന്റെ കളർ മങ്ങിയ സമയത്ത് ഇതിന്റെ സ്പോൺസർ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അതിന്റെ കളർ മങ്ങി എന്ന് പറയുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് കോവിഡ് മൂർച്ഛിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് ഇവിടെ ശബരിമലയിൽ നിന്ന് എടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയി കളറ് പൂശി തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത് സ്വർണം പൂശി നൽകാൻ കഴിഞ്ഞില്ല. പകരം ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് മറ്റൊരു പീഠം കൂടി നിർമ്മിച്ച് ശബരിമലയിലേക്ക് നൽകുകയായിരുന്നു. പക്ഷേ അതിന്റെ അളവ് കൃത്യമായിരുന്നില്ല. അത് അവിടെ കൊണ്ടുപോയപ്പോൾ അത് കൃത്യമാകാത്തത് കൊണ്ട് തിരിച്ച് വാസുദേവൻ കൊണ്ടുപോയതാകാനാണ് ഇവർ ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ സ്വാഭാവികമായും അളവ് കൃത്യമല്ലെങ്കിൽ അത് ദേവസ്വം ബോർഡിന് നൽകുകയായിരുന്നു വേണ്ടത് എന്നതാണ്. ശരി, ഈ പരാതി എപ്പോൾ ഉയരുന്നു, എപ്പോഴാണ് ഈ പ്രതികരണങ്ങൾ വരുന്നതും എന്നതും പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു സംശയം, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നിറം കെടുത്താനുള്ള ശ്രമമാണോ നടന്നതെന്നുള്ള സംശയമാണ് ഇപ്പോൾ സർക്കാർ പ്രകടിപ്പിക്കുന്നത്.